അല്ലാ ഹോൾഡ് ചെയ്യണം നിർബന്ധം താഴെ കഴിക്കാനുള്ള ധൈര്യം കിട്ടണ്ടേ ഇല്ല ഞാനൊരു ഉടുപ്പിട്ട സ്കിരല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇതാ, നിങ്ങൾ പോയിട്ടൊന്ന് കണ്ടിട്ട് വായി. ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കണ സ്പെയിൻ ബിരിയാണി എന്ന് അറിയപ്പെടുന്ന ഫയേല ട്രൈ ചെയ്യാം. സ്ക്വിഡ് ആട്ടോ, ഫുൾ മീലാണ്. ചിക്കൻ ഉണ്ട്, ഞാനിത് കണ്ടിട്ട് പറഞ്ഞത് പ്രോൺസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, പിന്നെ കക്ക, കിങ്ഫിഷ് എല്ലാം ഇടാം. അങ്ങനെ നമ്മുടെ കുഞ്ഞി ബർത്ത്ഡേ സർപ്രൈസ് കഴിഞ്ഞിട്ട് ഇതാ എത്തി ചാവക്കാടുള്ള ഫാം വില്ലയിലോട്ട്. ഇവിടെ 50 രൂപയാട്ടോ പാർക്കിംഗ് ചാർജ് വരുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ബീച്ച്. പെർ ഹെഡ് 200 റുപ്പീസ് ആണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ ഈ ഹൈറ്റിന് താഴെയുള്ളവർക്കാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ എൻട്രി ചെയ്യാം. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ തമിഴ്നയിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇന്ന് ഫാം വില്ലയിലേക്കാണ് വരാൻ പോണേ. ഇവിടെ അടിപൊളി എക്സൈറ്റിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ബായു, നിങ്ങളും പോരെ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓക്കെ ഗൈസ്, ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ കേറി വരുമ്പോ തന്നെ ക്യാമൽ ഫീഡിങ് ആട്ടോ ഉള്ളത്. ഫീഡ് ചെയ്തു ഒരുമിച്ച് ഫീഡ് ചെയ്യാം. പേടിയുള്ള ആള് ഇല്ല, അന്നൊറ്റയ്ക്ക് പേടി. ക്യാമലിനൊക്കെ തുടർന്ന് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ കുതിര ഉണ്ടായിരുന്നു, അതിന് പുല്ല് കൊടുക്കാം. പ്രത്യേകിച്ച് തീരെ ഉപദ്രവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാരും ഇത്ര ധൈര്യം ഇല്ലാത്തവരാന്ന് പറഞ്ഞാലും അവരെ കണ്ടാൽ തന്നെ നമുക്കത് കൊടുക്കാൻ തോന്നും. ആനിമൽസ് മാത്രല്ല കേട്ടോ, തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് വെറൈറ്റി ചെടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ശബ്ദമൊക്കെ കേട്ട് വായടക്കണേ. എന്റെ പേരെന്തിട്ടാ? നല്ല ഭംഗിയുണ്ട്. ഒരു ഹോൺബില്ലിന്റെ കൊക്ക് പോലെ മൂക്കേ ഒരു മുള്ളുള്ള ചെടിയില്. കേറി വരുമ്പോ തന്നെ ഫുഡിനും ആംബിയൻസിനൊന്നും യാതൊരു കുറവുമില്ല കേട്ടോ. സ്വാൻ അല്ലേ ഇത്? സ്വാൻ. ഓ, അതിന്റെ കഴുത്ത് നോക്കിയേനെ റാ പോലെ ഇരിക്കും. അവിടെ ഒരു ടെന്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് തോന്നുന്നു. നല്ല നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇവിടെ കഴിക്കാനുള്ള ഒരു ഫുഡ് ഐറ്റംസിന്റെ ഒരു കോർട്ടുണ്ട്. ആ ചെറുത്, ആ ഗ്ലൈഡർ പറക്കാൻ പറ്റുന്നു. ഓ, എന്തോ പറയണ്ട് കാര്യായിട്ട്. അതിന് നാക്ക് നോക്കി ബ്ലാക്ക് കളറ് കണ്ടാ, തിന്നുമ്പോ കാണാണ്ട്. തിരിഞ്ഞല്ല നിക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞ്. പേര് സെബാസ്റ്റോപോൾ ഗൂസ്. ഈശ്വര, താങ്ങാനാവാത്ത പേരാണല്ലോ. പിടിക്കണം അങ്ങനെ പിടിക്കരുത്. അല്ലാ, ഇതായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് മേത്ത് വെച്ച സംഭവം. ഗ്ലൈഡർ എന്നാ പറയാ അതിനെ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വെക്കലോടെ വെക്കലായി. ഓ, ഇവിടെ ആണെങ്കിൽ തീറ്റൊക്കെ കൊടുക്കാം. ഗൈസ് ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ, ദേശി ഷേവ അവിടെ നിൽക്കണു.
ആ ഒരു എന്താ പറയുക കൂട് പോലത്തെ സെറ്റപ്പാട്ടത്. നല്ല അടിപൊളിയില് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനാണെങ്കിലും നല്ലൊരു ഫോട്ടോ ഫ്രെയിം ആട്ടാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നീ അവരുടെ ഭാഷയിൽ വിളിക്കണം. ഒരു നിന്നെ മാത്രം ഒറ്റപ്പെടുത്തി അവിടെ കെട്ടി വെച്ചിരിക്കണല്ലേ. ഇവൻ ഇച്ചിരി ഒരു കുറുമ്പനായിരുന്നു കേട്ടോ. കയ്യിൽ നിന്ന് നേരെ ചാടി പോവാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു. അപ്പൊ അതിനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോ ചേട്ടൻ വന്നിട്ട് എന്റെ തലയിലും കൂടി ഒരെണ്ണം വെച്ചു. പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കാൻ തിരിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടോ. നമ്മളിത് ധൈര്യം സംഭരിച്ച് ഓരോന്നിനും എടുക്കുമ്പോ ഇപ്പുറത്തൊരു ചേട്ടൻ കൂളായിട്ട് അവിടെ ഇരിക്കുന്നായിരുന്നു കേട്ടോ. നമ്മുടെ ശ്രേയകുട്ടിയാണെങ്കിൽ ഒരു ഉടുപ്പിട്ട് ഒരു അണ്ണാങ്കൊച്ചിനെ പോലെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. അതിനും പിടിച്ച് ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് നേരെ പോയി ഇത്തിരി ടെററായിട്ടുള്ള ഐറ്റംസ് പൊക്കാന്ന് വിചാരിച്ചു. How are you? ഉറക്കത്തിന് എഴുന്നേറ്റു. ഉടുപ്പൊക്കെ ഇട്ടുള്ള കുഞ്ഞു കുട്ടി. എടുത്താ നീ എടുത്താ? ഇല്ല നീ എടുക്ക്. പിടിക്കൊന്നും വേണ്ടല്ലോ. ഓ വെയിറ്റ് ഉണ്ട്. സൂപ്പറാ, പാവാ. വെയിറ്റ് മാത്രമേ അറിയുള്ളൂ, വേറെ ശല്യൊന്നുമില്ല. ഓരോ മൃഗങ്ങളെയും പിടിക്കേണ്ട അതിൻ്റെതായിട്ടുള്ള രീതി ഉണ്ട് കേട്ടോ. ചിലതിന് നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു ഐറ്റത്തിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അതിനെ വേന എടുക്കുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിന്റെ സ്കിന്ന് നമ്മുടെ മേത്ത് കൊള്ളുമ്പോൾ ഒരു മുള്ളനെ പോലത്തെ ഒരു ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. എന്തായാലും അനങ്ങാണ്ട് തന്നെ ആളിരിക്കുന്നുണ്ട്. ഓ ഇതിനൊക്കെ ഒരു വെയിറ്റ് ഉണ്ട് അവിടെ. നമ്മളൊക്കെ കേറിയത് പൊങ്ങാണാവും. കുതിരേന്റെ മേളിൽ കയറിയിരിക്കുമ്പോ കുതിരക്ക് നമ്മുടെ വെയിറ്റ് താങ്ങൂന്നായിരുന്നു എന്റെ സംശയം. അത് കാരണം ഞാൻ ഫുൾ വെയിറ്റ് അങ്ങോട്ട് കൊടുത്തില്ല കേട്ടോ. ഒരു കാല് ആ ടേബിള് കണ്ടില്ലേ, അവിടെ ഞാനൊരു കാലുമേ ചവിട്ടി കുറച്ചൊരു വെയിറ്റ് അവിടെ ബാലൻസ് ചെയ്തിട്ടാണ് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തത്. ശ്രേയയുടെ ഫാമിലിയിൽ പെട്ട ആൾക്കാരെ ഇത് ശ്രേയരെ അച്ഛന്റെ സൈഡുകാര്, ഇത് അമ്മയുടെ സൈഡുകാര്. അതില് ചേച്ചി പെടും. പന്നികള് നല്ല ഉറക്കാട്ടാതെ പന്നിക്കുട്ടികള്. ഇത് നല്ല ക്ലീൻ ആയി കിടക്കണം പന്നിയില്. നമ്മള് ചേറിലും ചളിയിലല്ലേ കണ്ടിട്ടുള്ളു. നല്ല വൃത്തികളെ പന്നി കേട്ടാ. പന്നി ഭയങ്കര അതിന്റെ കൊമ്പ് സൂപ്പറല്ലേ. ഇങ്ങനത്തെ കൊമ്പുള്ളവരൊന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇനി നമ്മള് ഫിഷിനെ ഫീഡ് ചെയ്യാൻ പോകാതെ ഇഷ്ടം പോലെ ഫിഷ് കണ്ടിട്ടാ. കൈ കഴുകണം. അങ്ങടെ എല്ലാത്തിനും വിളിച്ചിട്ട് ഇവിടെ ആരുമില്ല. കൈ ഇങ്ങനെ താഴ്ത്തിക്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ? താഴെ വയ്ക്കാനുള്ള ധൈര്യം കിട്ടണ്ടേ. ഇല്ല ഇങ്ങനൊരു ഇത് കയ്യില് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ, വായലിട്ട് കൊടുക്കണം. ഞാൻ ഗൈസ് അതെന്താന്നറിയില്ല. ചില ആനിമൽസിന് എനിക്ക് തീറ്റ കൊടുക്കുമ്പോ കുഴപ്പമില്ല. ചിലത്തിന് ചുണ്ട് കണ്ടിട്ടാ തോന്നുന്നു എനിക്ക് അവര് കുത്തുവോ വേദന എടുക്കുവോ എന്നൊക്കെ ഒരു പേടി. അന്യല്ലേ മോഡൽ കിട്. കണ്ണൊന്നും കാണാനില്ലല്ലോ. എവിടെയാണ് അതിന്റെ കണ്ണ്? ഒറിജിൻ ചൈന. പട്ടുപോലെ നീളൻ രോമമുള്ള ആട്. അപ്പൊ അതേ ആടുകളുടെ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ എമ്മുടെ സെക്ഷൻ എത്തിട്ടോ. എമ്മു ഇത്തിരി ഡേഞ്ചറസ് ആന്ന് തോന്നുന്നു. എനിക്ക് ധൈര്യമില്ല അച്ഛാ. അച്ഛൻ പോ. കുത്തുണ്ടാ? കുത്തിയില്ലേ? അയ്യോടാ മുടുക്കനാ. ക്രിയക്ക് അയ്യോ അയ്യോ യുഗോ മാൻ തീറ്റ തരാന്ന് വിചാരിച്ചിട്ട് വന്നായിരിക്കില്ലേ. പരിണാമ പ്രക്രിയക്ക് വിധേയരാവാത്ത ഏക പക്ഷി എമ്മു ആണ്. ഭൂമിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ. ആദ്യത്തെ ഓസ്ട്രിച്ച് അല്ലേ? ഓക്കെ. ഇത് കറുത്ത താറാവ് അല്ലേ?
ബോർഡ് പോയി. ഇത് നമ്മുടെ വീട്ടിലുള്ള ചെടി അച്ഛാ, നമ്മുടെ വീട്ടിലുള്ള ചെടി ഈ സാധനം. പിന്നെ ഇവിടെ നോക്കി ക്രസ്റ്റഡ് ഡക്ക്, തൊപ്പി വെച്ച പോലെ അല്ലേ, എന്താ ഹെയർ സ്റ്റൈല്. ഒറിജിൻ ഈസ്റ്റ് ഇൻഡീസ്, തലയിൽ തൊപ്പി പോലെ എന്നിട്ട് തൂവലുകളുള്ള ഇനം. ഓ, കിരീടമൊക്കെ വെച്ച് കൊടുത്ത പോലെ ഉണ്ടല്ലേ. നമുക്ക് അപ്പുറത്ത് കുറച്ച് അപ്പുറത്തേക്ക് പോവാം. ഇവിടെ കുറച്ച് വലിയ സാധനം ഉണ്ട് ഈ ഭാഗത്ത്, കുറച്ച് സൈസുള്ള. പോമറേനിയൻ ഗൂസ്. പോമറേനിയൻ പട്ടി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, ഗൂസിനെ ആദ്യമായിട്ടാണ്. എന്താടാ നീ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കണം? ഈ കാണുന്ന ഐറ്റത്തിന്റെ തല ഏതാ വാലേതാന്ന് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന്റെ പേരാണ് കൊയ്പു എന്നുള്ളത്. അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിന്റെ പല്ല് ഓറഞ്ച് കളറിലായിട്ട് ഇരിക്കുക. പക്ഷെ നല്ല ഉറക്കായതുകൊണ്ട് നമുക്ക് ആ പല്ല് കാണാൻ പറ്റിയില്ല. ഈ ചൈനീസ് താറാവുകള്. അയ്യോ അയ്യോടാ, എലിക്കുട്ടിയല്ലത്, എലികളല്ലത്, മൊയലാണോ? അയ്യോ മൊയലാട്ടാ. ഓ, ക്യാരറ്റും കുക്കുമ്പറും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിച്ച് മയക്കത്തിലാന്ന് തോന്നുന്നുണ്ട്. ഇതെന്ത് സംഭവം? ഷമ്മി കളിക്കണ പോലെ. അതന്നെ, റെഡ് ഹാൻഡ് ടാമറിൻ. ഓ, നമ്മുടെ ഇതെന്തിനാ? അണ്ണാങ്കുഞ്ഞുമല്ല, ഒരു കുഞ്ഞി കുരങ്ങന്റെ പോലെ അല്ലേ. കടിക്കോ? ആ, തുടരത് കടിക്കും, തുടരത് കടിക്കുന്ന എഴുതിണ്ടിട്ടാ. ബ്രസീലിലെ കുട്ടപ്പന്മാരാണ് ആയിരുന്നു കഴിക്കുന്നത്. ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് ഡൗൺ. എടുത്തോടി, സിമ്പിളാ. കൈ കാണിക്ക്, കൈ കാണിക്ക്. അവക്ക് പേടി. നമുക്ക് കൂട്ടിയെ കയറാ കുട്ടി. അയ്യോടോ, ടൊറാഡോ. ഇതാള് ഫ്രീക്കനല്ലേ, ടെറർ ലുക്ക് അതിന്. അവിടെ വാല് വരാറാവണ ഒരു കുഞ്ഞിക്കിളി ഉണ്ട്. ബായോ, നമുക്ക് അപ്പുറത്തോട്ട് പോവാം. മൊത്തം പേടിയാണ്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യണമെന്ന് മാത്രം. അല്ലാ, ഹോൾഡ് ചെയ്യണം നിർബന്ധ. അങ്ങനെ പിടിക്കണ ഇത്? എനിക്ക് അങ്ങനെ. യെസ്, കിട്ടി. ഇങ്ങനെ കഴുത്തിന്റെ ബാക്കിൽ നേരെയാണ പോലെ. മതി മതി മതി, എടുത്തെടുത്ത എടുത്ത. വേണ്ട, ഇനി ആകാശ. അടുത്തത് ഇവനെ പിടിച്ച് പാമ്പിന്റെ മേലെ ഇട്ടപ്പോ ഇവന് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പേടിച്ചിട്ടാണോ അനങ്ങാണ്ടിരിക്കണേ, അതോ ധൈര്യപൂർവ്വമാണോ, ദൈവത്തിനറിയാം. എന്തായാലും അവൻ കഴുത്തിലിട്ട് നോക്കിട്ടോ. അങ്ങനെ നമ്മള് മിക്കവർക്കും പേടിയാന്നുള്ളവരൊക്കെ അവിടെ എത്തിയപ്പോഴേക്കും കണ്ട് ഇടാനും എല്ലാവർക്കും തോന്നി. അത് ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരുന്നു. കുഞ്ഞി പിള്ളേര് പിന്നെ കൂളായിട്ടായിരുന്നു കേട്ടോ എടുത്ത് മേത്തിടുണ്ടായിരുന്നു. എന്റെ പേര് ടർക്കിക്കോഴി. ആ, ടർക്കിക്കോഴി. വരുമ്പോ വേറെ പാമ്പിനെ എടുക്കാം. വേറെ ഉണ്ടോ ഈ പാമ്പ്? ആ, ഇതില് വെള്ളപ്പാമ്പിനൊക്കെ എടുക്കാൻ പറ്റണ്ടായിരുന്നു വീഡിയോ. കിളികള്, പിന്നെ ഇവിടെ കൊറേ കോഴീസ് വെറൈറ്റി. കോഴി എന്നൊക്കെ പറഞ്ഞ അപമാനിക്കല്ലേ, എനിക്ക് കൊറേ പേരുണ്ടെന്നൊക്കെ. ആകെ 4 മണിക്കൂർ എഴുന്നേറ്റിരിക്കുള്ളൂ. എന്ത് ജീവിതാടോ. വലിയ കണ്ണുള്ള പക്ഷി. ഓ, അതെനിക്ക് പുതിയ അറിവായിരുന്നു. ഏറ്റവും വലിയ കണ്ണാന്നുള്ളത്. കാലുകൾ 2 നഖം മാത്രം. ഓ, കാലുകൾ 2 നഖം മാത്രം. ഹായ്, എന്റെ യൂട്യൂബ് വ്യൂവേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ട്. പാമ്പിനെ മേത്തിക്കിടണ അതിസാഹസം കഴിഞ്ഞ എല്ലാവരും എൻജോയ് ചെയ്യുന്ന വേറൊരു സ്ഥലം കേട്ടോ. ഈ പക്ഷിക്ക്
തീറ്റ കൊടുക്കുന്ന 7 സ്ഥലം. കുറച്ചീശെ ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ. അവർക്കൊരു കുറച്ച് ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ഫീഡ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ ഒരുവിധം എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. അത്രയ്ക്ക് നമ്മൾ ഭയങ്കര ഹാപ്പിയോ. കയ്യിലൊക്കെ ഇങ്ങനെ മൃഗങ്ങൾ, എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ എത്തി എല്ലാം ചെയ്യാനുള്ളൊരു മനസ്സ് അത്ര വിചാരിച്ചാൽ മതി. അപ്പം നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ മക്കളെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അക്വാറിയം വരുന്നത്. അതിനും തൊട്ടടുത്താണ് നമ്മുടെ ബീച്ച്. അപ്പൊ നമ്മുടെ ഫാം വില്ല മൺഡേ ടു ട്യൂസ്ഡേ രാവിലെ 10:30 to ഈവനിങ് 7 വരെ ഇവിടെ ഓപ്പൺ ആട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു മാങ്ങയൊക്കെ കഴിച്ച് ഒരു പട്ടമൊക്കെ പറപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ടാണ് ഈ ഡേ അങ്ങനെ അവസാനിച്ചത്. നമ്മളിവിടെ ഒരു പുതിയ കളി കണ്ടുപിടിച്ചു. ചെവിയിൽ ഒരു സാധനം പറയും, അത് നമ്മളിവിടെ വരയ്ക്കും. ആ ഉടുപ്പുമാക്കാം, പാലായാൽ പൂച്ചയുമായി.